തൃശൂർ പൂരത്തിൽ അട്ടിമറി ശ്രമമുണ്ടായെന്ന് വി എസ് സുനിൽകുമാറിന്റെ ആരോപണം ഗൗരവമായി പരിശോധിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വി എസ് സുനിൽകുമാറിനെ പോലെ ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ അത് ഗൗരവമായി എടുക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. സുനിൽകുമാറിന്റെ പ്രതികരണം വന്നിട്ടുണ്ടെങ്കിൽ അട്ടിമറി ശ്രമം നടന്നല്ലേ, സ്വാഭാവികമായിട്ട് നമുക്ക് പരിശോധിച്ചതിന് ശേഷം എന്താണ് ഗൗരവമായിട്ട് തന്നെ എടുക്കും. സുനിൽകുമാറിനെ പോലെയുള്ള ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ ഗൗരവമായിട്ട് എടുത്ത് പിന്നെ ആര് പറഞ്ഞാലും ഗൗരവമായിട്ട് എടുക്കുക. അപ്പോൾ സുനിൽകുമാർ ഈ ഒരു പ്രശ്നം ഗൗരവമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഈ നിലപാട്. PV അൻവറിന്റെ ആരോപണങ്ങളെല്ലാം പാർട്ടിയുടെ നിലപാടല്ലെന്നും ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കുമെന്നും പുതിയ LDF കൺവീനർ വ്യക്തമാക്കി. അദ്ദേഹം ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമാണ് ഇപ്പോഴും. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ സമീപനമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിലിപ്പോൾ നിന്നാൽ മതി. ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഇത് എല്ലാവരുടെയും നിലപാടാണ് ഇത് എന്നുള്ള നിലയിലൊന്നും നിങ്ങളെത്തണ്ട. ആ നിലപാട് ഗവൺമെന്റ് അംഗീകരിച്ചു. ഗവൺമെന്റ് ഈ പരാതിയുടെ പ്രശ്നങ്ങൾ ഗൗരവമായി പരിശോധിച്ച് ഏതൊരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് പരിഗണിക്കും. കുറ്റം ആരോപിച്ചത് കൊണ്ട് മാത്രം കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല. കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളികൾക്ക് കർശനമായ നിലപാട് അവർക്കെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അഖിൽ ഷാ അൻസാർ വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, ഈ നിലവിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരു അന്വേഷണത്തിലേക്ക് പാർട്ടി കടക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ദിവസം വെള്ളിയാഴ്ച ചേരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് ശശിയെ സംബന്ധിച്ച് വളരെ നിർണായകമാകാൻ പോകുന്നു. മറ്റൊന്ന്, LDF-ൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട് ഈ ആരോപണങ്ങളിലൊക്കെ. അപ്പോൾ എന്താണ് ഇതിൽ കൺവീനർക്ക് പറയാനുള്ളത്? അനുജ, അല്പസമയം മുമ്പാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത്. ഏറ്റവും പ്രധാനമായും നമ്മൾ ചോദിച്ചൊരു ചോദ്യവും അതുതന്നെയാണ്. അതായത് PV അൻവറിൻ്റെ ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ ഘടകകക്ഷികൾക്ക് ചില വിയോജിപ്പുകളുണ്ട്, ഒപ്പം പാർട്ടിക്കുള്ളിൽ തന്നെ ചില വിയോജിപ്പുകൾ ഉണ്ടെന്നുള്ള സൂചന. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്തരത്തിൽ പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ ഘടകകക്ഷികളിലോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം നിലവിലില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടില്ല. അതിൽ കൃത്യമായ അന്വേഷണം പാർട്ടിക്കുള്ളിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രി നിയോഗിച്ച ഈ അന്വേഷണ സംഘവും നടത്തുമെന്നുള്ളൊരു കാര്യമാണ് TP രാമകൃഷ്ണൻ ഏറ്റവും പ്രധാനമായും പറഞ്ഞത്. അൻവർ അദ്ദേഹത്തിൻ്റെ നിലപാട് പൂർണ്ണമായി വ്യക്തമായി കഴിഞ്ഞു. അതിൽ മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിലാണ് ഈ അന്വേഷണ സംഘവും വന്നത്. ADGP-ക്കാണ് ചുമതല. നമ്മൾ ഈ DGP-ക്കാണ് അന്വേഷണത്തിൻ്റെ ചുമതല. ADGP MR അജിത്കുമാറിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തി ഈ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇതിന് നേതൃത്വം നൽകുന്നത്, അതായത് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയാണ്. അദ്ദേഹത്തിന് നേരെ ഇതുവരെ ഒരു ആരോപണവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണവും അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം സുതാര്യമായിരിക്കും. മറ്റൊരു സംശയവും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വേണ്ട എന്നുള്ള നിലപാടാണ് പാർട്ടിക്കുള്ളത്. ഒപ്പം ഈ P ശശിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായി വന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെടെ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യും, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടക്കും. അതിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യവും TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ADGP RSS കൂടിക്കാഴ്ചയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ തെളിവ് അന്വേഷണ സംഘത്തിന് കൈമാറട്ടെ, അവർ അത്തരത്തിൽ പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. അതിൽ പാർട്ടിക്ക് നിലവിൽ നിലപാടുകളൊന്നും സ്വീകരിക്കാനുള്ള സമയമായില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഇന്ന് സുനിൽകുമാർ ഉന്നയിച്ച ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം, അതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത്തരത്തിൽ സുനിൽകുമാറിനെ പോലൊരു പ്രധാനപ്പെട്ട ആൾ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതും പാർട്ടി വിശദമായി അന്വേഷിക്കും. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം അതിൽ നടത്തേണ്ടതുണ്ടെങ്കിൽ നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തിയാൽ കൃത്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യവും TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. അനുജ, അതാണ് LDF കൺവീനറുടെ ഈ വിഷയത്തിലുള്ള നിലപാട്.